കുറച്ച് നാളത്തേക്ക് നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റുന്നൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഫോം ആയേക്കുന്നതാണ് നമ്മളിത് കാണുന്നത്. അത് ഞാൻ കൃത്യമായിട്ട് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് വീഡിയോ കണ്ടുവിടാതെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ഇതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഞാൻ ലാസ്റ്റ് കുറച്ച് സെക്കൻഡത്തേക്ക് ഞാൻ വെക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ വേണ്ട, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക, നല്ലൊരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കയറുക. പിന്നെ ഇത് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് ഡിസ്ക്രിപ്ഷനിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വരച്ച് നോക്കാൻ വേണ്ടിയില്ല, പ്രൈസ് ആക്ഷനൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയിരിക്കുന്ന ചാനലാണ്. കോൾസ് ഒരിക്കലും പ്രൊവൈഡ് ചെയ്യുന്ന ചാനലല്ല, ഒരിക്കലും അങ്ങനെ വിചാരിച്ച് വരരുത്. അപ്പം വരച്ച് നോക്കുന്ന ചാർട്ടൊക്കെ ജസ്റ്റ് നിങ്ങൾ വരച്ച് നോക്കുന്ന ചാർട്ടൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് പഠിക്കാം. പിന്നെ ഒരു ലോങ് വ്യൂ നോക്കാൻ നേരത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറേ പേര് ചാർട്ടൊക്കെ ഇടാൻ നേരത്ത് നമുക്ക് എല്ലാവരുടെയും കണ്ണിപ്പെടാത്ത പല ചാർട്ടുകളും എല്ലാവരും ഒന്നിച്ചൊരു ഗ്രൂപ്പ് പോലെ ഒരു കമ്മ്യൂണിറ്റി പോലെ ആകുമ്പോഴത്തേക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, പിന്നെ ഒരുപാട് മുന്നോട്ട് പഠിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ആ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പം കാര്യത്തിലേക്ക് വരാം. ഇവിടുന്ന് വാങ്ങിച്ചവർക്കൊക്കെ ചെറിയൊരു ഡൗൺ ആണ് ഈ ഒരു ഏരിയയിലോട്ട് കിട്ടുന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരു ലോങ് ടൈം കീപ്പ് ചെയ്തവർക്ക് ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എൻട്രി, ഫസ്റ്റ് ആ ഒരു എൻട്രി എവിടെ വന്നതെന്നും പിന്നെ ഇപ്പോൾ പുതിയൊരു എൻട്രി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ചാർട്ട് സ്റ്റാർട്ട് ആയേക്കുന്നത് താണ്ട് ഇവിടെ 2021 സ്റ്റാർട്ട് ആയേക്കുന്നത്. അപ്പം ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാനത് ഈ ലൈൻ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഇച്ചിരി വലുതാക്കി വരച്ചേക്കാം. അപ്പോൾ അതൊരു ചെറുതാക്കിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്ക് വന്നേക്കുന്നത് കണ്ടോ, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ പോലെ വന്നു, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് നടന്നു. അപ്പോൾ ഇത്രയും നാൾ നമ്മളെ ഒത്തിരി ഹൈന്ന് വാങ്ങിച്ചവരെല്ലാം ഇത് കൈവെക്കേണ്ട വന്നിട്ടുണ്ട്. പക്ഷേ ഓക്കെയാണ്, കുഴപ്പമില്ല, ബ്രേക്ക് നടന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു മുകളിലോട്ടുള്ളൊരു പോക്ക് തന്നെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 100% ഞാൻ തോന്നുന്നു. ആ 100 മുകളിലുണ്ട്. നമുക്കൊരു 100 പറയാം, ഒരു 100-120 തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പം നമുക്ക് ഇച്ചിരി സൂം ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ മാറ്റാം. എന്നിട്ട് താണ്ട് ഇവിടെ നമ്മൾ ഇച്ചിരി നീട്ടി വരയ്ക്കണം കേട്ടോ. അപ്പം ഇവിടെ കണ്ടു, ഇവിടെ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ എല്ലാത്തിനെ പറ്റി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇത് പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് താഴോട്ട് വന്നിട്ടുണ്ടല്ലോ, ബയ്യേഴ്സ് നല്ല രീതിക്ക് മുകളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് ആ വലിയൊരു വിക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിതിനൊരു റെസിസ്റ്റൻസ് വരയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിത് വരയ്ക്കുമ്പോൾ ഇച്ചിരി നീട്ടി വരയ്ക്കാം. ഞാനപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെറിയ രീതിയിൽ ഇങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ. അപ്പം ഒരു റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക് ആകാനുള്ളൊരു ശ്രമത്തിലാണ്. അത് ബ്രേക്ക് ആകാനുള്ള നല്ല ചാൻസും കാണാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം നോക്കുക, ഇവിടെ ഒരു വിക്ക് കണ്ടോ, ഇവിടെ ഒരു വിക്ക് ഈ ഒരു ക്യാൻഡിലുണ്ട്, ഈ കാണുന്ന ഈ ഒരു ക്യാൻഡിലുണ്ട്. അപ്പോൾ അവിടെ ഒരു സെല്ലിങ് ചെറിയ രീതിയിൽ കാണും. അപ്പം ഞാനത് റെക്റ്റാങ്കിൾ ടൂൾ വെച്ചിട്ട് ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. ഫുൾ കംപ്ലീറ്റ്ലി പ്രൈസ് ആക്ഷൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പ്രോഫിറ്റുകൾ നമ്മളിപ്പോൾ ഇത്രയും വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് തന്നെ ജസ്റ്റ് ചാർട്ടൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാം, നല്ല രീതിക്ക് മൂവ്മെൻറ്റൊക്കെ തന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാനുള്ള നല്ല പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. അപ്പം ഇവിടെ ചെറിയ ലോഡാകട്ടെ, ഇവിടെ നിന്നൊരു ബ്രേക്ക് നടക്കാൻ നേരത്ത് വാങ്ങിക്കാം. പിന്നെ ഒന്നുകൂടെ കൺഫർമേഷൻ വേണ്ടവർ ഇവിടെ ഒരു റീടെസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് മുകളിലാണ്. അതാണ്ട് ഈ ഒരു ഏരിയയിലാണ് പിന്നുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയ വരെയൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഡെയിലിയിലാണെങ്കിലും കംപ്ലീറ്റ്ലി ഫൈനാണ്. പിന്നെ ഓക്കെ, ഞാൻ ബാക്കിയുള്ളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ മുകളിലോട്ട് പോകാൻ തന്നെ ഉള്ളൊരു ചാൻസാണ് കാണുന്നത്. ബൈ ചാൻസ് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ടീവായിട്ട് എപ്പോഴും എപ്പോഴും ഒരു നെഗറ്റീവ് ഒരു കേസ് കൂടെ നമ്മളത് കണ്ടു വെക്കുക. ഏതൊരു ട്രേഡിൽ കയറിയാലും ചെറിയ സ്റ്റോപ്പ് ലോസോട് തന്നെ എപ്പോഴും എല്ലാവരും എൻട്രി എടുക്കുക. ഒരിക്കലും എത്ര നല്ല പാറ്റേൺ ആണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാന്നാലും സ്വിങ്ങിന് കയറാൻ പാടില്ല. നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വേർഷനാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു ട്രേഡാണ് ചെയ്യുന്നത്. അതായത് പ്രോഫിറ്റ് ലോസ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡിൽ നമ്മുടെ ഒരു കൺട്രോളബിൾ ലോസിലാണ് നമ്മൾ കയറുന്നത്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് വേറെ, മെത്തഡോളജീസ് വേറെ. അത് ഫണ്ടമെൻ്റൽ അനാലിസിസ്, ഇത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ അതിലും പ്രൈസ് ആക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് അധികം യൂസ് ചെയ്യാതെ തന്നെയുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഒന്നുകിൽ ഇങ്ങനെ പോകാം, അല്ലെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് തന്നെ ഒറ്റ പോക്ക് പോകാം. അങ്ങനത്തെ ഒരു ചാർട്ടാണത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, താഴോട്ടുള്ളൊരു കേസ് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊന്ന് അലേർട്ടായിട്ടിരിക്കുക. അപ്പം ഒരു സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്താൽ വലിയ തട്ടുകേടില്ലാതെ നമുക്ക് തലയുരാൻ പറ്റും.
നമുക്ക് ഒരു ചാർട്ടിന് 100% ആക്യുറസി നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു ലൈൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ കയ്യിലധികം ഹോൾഡ് ചെയ്യാതിരിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, പിന്നെ ഇങ്ങനത്തെ ഒരു പോക്കായിരിക്കും പോകുന്നത്. പിന്നെ കുറേ നാളത്തേക്ക് നമ്മൾ നമ്മളതിനകത്ത് പെട്ടുപോകേണ്ട വരും. അപ്പം ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യുക. പിന്നെ ഇവിടുന്ന് താഴെ നിന്നൊക്കെ വാങ്ങിച്ചൊരു വിൽക്കേണ്ട ഒരാവശ്യമോ നിലവിലില്ല. ഇവിടുന്ന് പിന്നെ മുകളിലോട്ട് തന്നെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ട് നന്നായിട്ട് പഠിക്കുക. ചാർട്ട് ജസ്റ്റ് കണ്ടുവിടാതെ ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ച് നോക്കുക. അപ്പോൾ നല്ലൊരു എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും കയറുക, പേടിച്ചിരിക്കാതെ. ഞാൻ പറയാം, പഠിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൈസ മാത്രം യൂസ് ചെയ്യുക. നമ്മളൊരിക്കലും നമ്മുടെ ഒരു തല പോകുന്ന കേസിൽ ആ രീതിയിലത്തെ പൈസ ഒന്നും ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക, കടം മേടിക്കാതിരിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് ഒരുമാതിരി കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു പാറ്റേൺ ഇപ്പം നിലവിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം പിറ്റി എഞ്ചിനീയറിങ്ങിനെ പറ്റിയുള്ള വീഡിയോ ഞാനിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനകത്തോട്ട് ജസ്റ്റ് ഒന്നുകൂടി ഇട്ടായിരുന്നു. അത് പണ്ട് നമ്മൾ ചെയ്ത വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഗ്രൂപ്പിലൊന്നും കയറി നോക്കണമെന്നില്ല, താഴോട്ട് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പാറ്റേൺ മുന്നേ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കോട്ട് വെക്കാം, അപ്പോൾ ഒന്നും വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ മുന്നേ തന്നെ നമ്മൾ വരച്ചിട്ടാണ് ആ ഒരു ഏരിയയിലോട്ട് എത്തുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു കുറച്ച് 1-2 മാസം സംതിങ്ങിന് മുമ്പ് വരച്ചതാണ്. അപ്പം അത് ഈ ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു ബ്രേക്ക് ഔട്ട് റീജിയനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു വ്യൂവിന് എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. അപ്പം ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഈ വീഡിയോയ്ക്കകത്ത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട്, കാര്യം വേറൊന്നുമല്ല, ഒരുപാട് വലിഞ്ഞു പോകാതെ പെട്ടെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ നോളജ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ പൊട്ടൻഷ്യൽ സ്റ്റോക്കുമായിട്ട് നമുക്ക് കാണാം. കൂടുതൽ അറിവുകൾ, പിന്നെ സൈക്കോളജി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.